ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. PYQ സീരീസിലെ 7ാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. വാഴക്കുല എന്ന കവിത എഴുതിയതാരാണ്? ചങ്ങമ്പുഴ. അടുത്തത്, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ച്? അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസ് ആണ് അല്ലേ? 2024 കഴിഞ്ഞതാണ് പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ്? വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏത്? ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഏത് കണ്ടെത്തുക? രണ്ടാമത്തെയാണ് അമൂൽ. സഹകരണ വ്യവസായത്തിന് ഉദാഹരണം അമൂൽ. അടുത്തത്, സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. രണ്ടാമത്തേത്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഇത് രണ്ടും ശരിയല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടിസ്കോ ആണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയാനാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഏതാണ്? ലൂ. ഓപ്ഷൻ ഡി ലൂ ആണ്. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതൊക്കെയെന്ന് തിരിച്ചറിയുക. ഏതാണ്? ഉത്തരായന രേഖ, ഒന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. മഹാനദി, പെരിയാർ, താപ്തി, ലൂണി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? പെരിയാർ, താപ്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് പോകുന്നത്? ഏതൊക്കെയാണ്? ന്യൂഡൽഹി ടു വാരാണസി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 2, സാദിയ മുതൽ ധുബ്രി വരെ. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് പശ്ചിമതീരം വരുന്നത്? നവശേവ, കാണ്ഡല 1ഉം 4ഉം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? അനുച്ഛേദം 19. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? എയും ബിയും സിയും ആണ് ശരിയായിട്ടുള്ളത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്. ഭൂമിക്ക് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ്, ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ അല്ലേ? ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഏറ്റവും വലിയ ഗ്രഹം അത് ഭൂമിയല്ല, വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അതുകൊണ്ട് അത് തെറ്റാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം അതും തെറ്റാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രൻ. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണെന്ന് പറഞ്ഞതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. 39ാമത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് കേസരി.